നമ്മൾ കാരണം മറ്റുള്ളവരുടെ കണ്ണീര് വീഴരുത്. നമ്മൾ കാരണം നമുക്ക് വേണ്ടി ജോലി ചെയ്ത ഒരാൾക്ക് വേതനം കിട്ടാതെ അവൻ്റെ വിയർപ്പ് മണ്ണിൽ വീഴരുത്. പ്രതികാരത്തിന് കർത്താവിനെ കൂട്ടുപിടിക്കുകയാണ്. നമ്മളെ ദ്രോഹിക്കുന്ന ഒരാളെ നമ്മുടെ മുമ്പിൽ കിട്ടുമ്പോൾ ദൈവമാണ് നമ്മുടെ മുമ്പിൽ ഏൽപ്പിച്ചതെന്ന് ഒരിക്കലും വിചാരിക്കരുത്. വെറുപ്പിനെ ന്യായീകരിക്കാൻ, നമ്മുടെ ഉള്ളിലെ വെറുപ്പിനെ ന്യായീകരിക്കാൻ തിരുവചനത്തെ ഉപയോഗിക്കരുത്, വിശ്വാസത്തെ ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ചു തുടങ്ങിയാൽ വിശ്വാസ ജീവിതം കറപ്റ്റഡ് ആകും. മതം തന്നെ കറപ്റ്റഡായിട്ട് മാറും. ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ നീതിക്ക് വിട്ടുകൊടുക്കുക. പ്രതികാരം എൻ്റേതാണെന്ന് ദൈവം പറഞ്ഞിട്ടില്ലേ, അത് നമ്മളെ ഏറ്റെടുക്കാൻ നിൽക്കാതിരിക്കുക. സൗഖ്യം അനുഭവിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നോട് തന്നെ സത്യസന്ധരാകുക എന്നതാണ്. നമുക്കറിയാലോ നമ്മളിൽ പാപമുണ്ടെന്ന്. അപ്പം അതല്ലേ നമ്മളിലെ സത്യം. നേരെ പാപമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ആരെയും അല്ല വഞ്ചിക്കുന്നത്, ആദ്യം നമ്മളെ തന്നെയാണ്. അത് ആത്മവഞ്ചനയാകും. നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നില്ലേ, പാപമേതുമേ എന്നിലില്ലെന്ന് ചൊല്ലും വിഡ്ഢി ഞാനാകില്ല. ആത്മവഞ്ചന ചെയ്യരുത്. ചുറ്റുമുള്ള സഹജീവികളെയൊക്കെ നോക്കണേ. ചിലപ്പോൾ നമുക്ക് പലരോടും ദേഷ്യം, ഇഷ്ടക്കേട്, നീതിയുടെ അളവുകോല് കൊണ്ട് പലരെയും വിധിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഓർക്കണം, കർത്താവ് കരുണ കാണിക്കുന്നവരെ വിധിക്കാൻ ഞാൻ ആര്? നിങ്ങൾ ഓർക്കണം. അപ്പോൾ കരുണയെ തെറ്റിദ്ധരിക്കരുത്. കർത്താവിൻ്റെ കരുണ എന്ന് വെച്ചാൽ നിനക്ക് പാപം ചെയ്യാൻ അനുവാദം തരികയല്ല, മറിച്ച് മാനസാന്തരത്തിന് ക്ഷണം തരികയാണ്. കരുണ പാപം ചെയ്യാനുള്ള അനുവാദമല്ല, തിരിച്ചു വരാനുള്ള ക്ഷണമാണ്. കർത്താവ് കുറ്റം വിധിക്കുന്നത് പാപിയല്ല, പാപത്തെയാണ്. അപ്പോൾ നീ പാപാവസ്ഥയിലാണെങ്കിലും നിന്നെ കർത്താവ് സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. കർത്താവിൻ്റെ കരുണയ്ക്ക് പാത്രമാകാൻ ഒരുങ്ങണം. പാപം പടിവാതിൽക്കൽ നിൽക്കുന്നു. അതാദ്യം ചിന്തയായി മാറും, ഹൃദയത്തെ കീഴടക്കും, അത് പ്രവൃത്തിയായി മാറും. പ്രകാശത്തിൽ നടക്കുക. ദൈവം പ്രകാശമാണ്, അവനിൽ അന്ധകാരത്തിനിടമില്ല.